ആശങ്ക പടർത്തി നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വിള്ളൽ കണ്ടു. ഇന്നലെ മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിന് പിന്നാലെ ഇന്ന് ഈ പ്രദേശത്തിന് സമീപത്ത് തന്നെ നീളത്തിൽ വിള്ളലുകളുണ്ടായി. മഴയെ തുടർന്നാണിതെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. എന്നാൽ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന വിമർശനം ഉയരുകയാണ്. ഇന്നലെ മലപ്പുറം കൂരിയാട് ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു താഴ്ന്നതിന് പിന്നാലെയാണ് ദേശീയപാതയിൽ കൂടുതലെടുത്ത് വിള്ളൽ കണ്ടെത്തിയത്. കൂരിയാടിന് സമീപത്തുള്ള തലപ്പാറയിലാണ് മീറ്ററുകളോളം നീളത്തിൽ വിള്ളൽ. സംഭവത്തെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. ഭൂമി നെടുകെ പിളർന്നിരിക്കുകയാണ്. ഇവിടെ ഗുജറാത്തിലെ കച്ചിലൊക്കെ ഭൂകമ്പം ഉണ്ടായതുപോലെ നെടുകെ പിളർന്നിരിക്കുകയാണ്. ഇന്നലെ അപകടമുണ്ടായ ആ അവസ്ഥയല്ല, ഇന്നലെ രാത്രി വീണ്ടും തകർന്നു. ഇനി ഇതാ നമ്മളെ ബാക്കിൽ കാണുന്ന ഈ വൻമതിൽ ഇനിയും തകരാൻ പോവുകയാണ്. കൂരിയാട് ഇന്നലെ ദേശീയപാത ഇടിഞ്ഞ് അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാത എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി. കനത്ത മഴയിൽ അടിത്തറയിലുണ്ടായ സമ്മർദ്ദം കാരണം വയൽ വികസിച്ച് വിള്ളലുണ്ടായി മണ്ണ് തെന്നിമാറിയതാണ് അപകട കാരണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. The wetland area is there which does not have the adequate bearing capacity to retain the load. So that part, you can see the bulged out part. So that part due to the pressure, earthen pressure is bulged out, which created the cavity and the earth came down. 3-അംഗ സ്വതന്ത്ര വിദഗ്ധ സമിതിയെയാണ് അന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. നാളെ സംഘം സ്ഥലം സന്ദർശിച്ച റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും വിമർശനവുമായി രംഗത്തെത്തി. 4-ാം വാർഷികത്തിൽ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നാഷണൽ ഹൈവേ കൊണ്ടുവന്നെന്നുള്ളതാണ്. 4-ാം വാർഷികത്തിൻ്റെ തൊട്ട് തലേന്ന് നാഷണൽ ഹൈവേ മലപ്പുറം ജില്ലയിലെ കൂരിയാടി ഇടിഞ്ഞു വീണു. ഇപ്പോൾ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരുമില്ല ഇതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ. ഹൈവേ പണിതു എന്നതിൻ്റെ പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല. പരാതി പറയുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണ് കരാർ കമ്പനിയെന്ന് PT ബൽറാം 24-നോട് പ്രതികരിച്ചു. കൂരിയാടിന് പിന്നാലെ തലപ്പാറയിലും വിള്ളൽ രൂപപ്പെട്ടത് ആശങ്കയ്ക്കിടയാക്കിയിരിക്കുകയാണ്. 24 മലപ്പുറം.